വയനാട് ചുരത്തിന് സമാന്തരമായ റോപ്പ് വേ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്ത് കൂടുതൽ അഡ്വഞ്ചർ ടൂറിസം പാർക്കുകളും പരിശീലന കേന്ദ്രങ്ങളും തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. കൽപ്പറ്റ SKMJ സ്കൂൾ മൈതാനിയിൽ ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർ വിദ്യാഭ്യാസ സെമിനാർ ജില്ലാ കളക്ടർ DR മേഘശ്രീ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതയിൽ നിർണായക പങ്കുവഹിക്കാൻ വേണ്ടി പറ്റുന്ന പ്രദേശമായിട്ടാണ് വയനാടിനെ കണ്ടിട്ടുള്ളത്. കേരള ടൂറിസത്തിന്റെ വളർച്ചയിൽ വയനാട് ചുരത്തിന് സമാന്തരമായ റോപ്പ് വേ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണിത്. സംസ്ഥാനത്തിന് അനുയോജ്യമായ സാഹസിക ടൂറിസത്തെ സംബന്ധിച്ച് പ്രത്യേക പഠനത്തിന് വിനോദസഞ്ചാര വകുപ്പ് നേതൃത്വം നൽകും. മേഖലയിൽ ആവശ്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയെ ചുമതലപ്പെടുത്തും. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കുകയാണ് സാഹസിക ടൂറിസത്തിൽ ചെയ്യേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന് അനുയോജ്യമായ അഡ്വഞ്ചർ ടൂറിസം ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായ പഠനത്തിന് ടൂറിസം വകുപ്പ് നേതൃത്വം നൽകും. അതിനാവശ്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ തയ്യാറാക്കും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കേണ്ടതുണ്ട്. എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായി വയനാട് ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ തുടർ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. ഗോത്രജനസംഖ്യ കൂടുതലുള്ളതിനാൽ വയനാട് ജില്ലയിൽ തുടർ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഏറെയാണെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. വയനാടിന്റെ തുടർ വിദ്യാഭ്യാസ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ജില്ലയാണ് വയനാട്. ബിക്കോസ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആദിവാസി പോപ്പുലേഷൻ ഉള്ള ഒരു ജില്ലയും ആയതുകൊണ്ട് തുടർ വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദിവാസി സാക്ഷരതാ പദ്ധതി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആദിവാസി മേഖലയിലെ ആരെങ്കിലും അക്ഷര അഭ്യാസം ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തുല്യതാ എക്സാമിനേഷൻസ് വഴിയിലെ സാക്ഷരതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല പരിപാടിയാണ് അവരിവിടെ ചെയ്തിട്ടിരിക്കുന്നതും. മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന ജനകീയ പദ്ധതിയാണ് കേരളത്തിലെ തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെന്ന് സെമിനാർ ചൂണ്ടിക്കാട്ടി. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ P. പ്രശാന്ത് കുമാർ സെമിനാർ മോഡറേറ്ററായി. കേരള വിഷൻ ന്യൂസ്, വയനാട്.